അമ്മ 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 ഇവിടെ ഒരു വീട് തരികയാണ്. എന്ത് വീട്? ഭവാനി രാമസ്വാമി, ഡോർ നമ്പർ C52, പൂക്കാരത്തിൽ. രാമസ്വാമി സത്തുപോച്ചു സർ. 8-9 വർഷാச்சு. അവര് തമിഴാള്, ഭവാനി മേരിക്ക് മലയാളി. ദോ പാര്, அந்த 7வது വീട്. ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ അതിനുവേണ്ടിയാ വന്നതേ. തമിഴ്നാട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ മുമ്പില് പറഞ്ഞും കരഞ്ഞും മടുത്തു. ഇനി കേരളത്തിൽ നിന്നുള്ള പോലീസിന് എന്താ അറിയേണ്ടത്? ഞാൻ പോലീസല്ല, ബസ് കണ്ടക്ടറാ. സക്കീർ ഹുസൈൻ, കുഞ്ഞാക്കാന്നും വിളിക്കും. സുഗന്ധി നിങ്ങളാ? ഈ വയറ്റി പിറന്ന എന്റെ മോള അവൾ ഒരുത്തി ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾക്ക്. പോയി, അവള് നഷ്ടപ്പെട്ടു പോയി. കേട്ടിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. നജീബ് കൊന്നില്ലേ? എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നില്ലേ എന്റെ മോളെ? ഇല്ല, മരിച്ചിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. ഒരു ദേഷ്യം കൊണ്ടൊരു ജീവിതം തീരൂല. ഒരമ്മന്റെ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾക്കോളെ ജീവിതം മുഴുവനാക്കാൻ പറ്റില്ലല്ലോ. കുടുംബം, വലിയൊരു കുടുംബം വളരെ ചെറുപ്പത്തിലെ എന്നെ കൊണ്ടാവും വിധം നോക്കി നടത്തുന്നവനാ ഞാൻ. എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനാ വന്നത്. മോളെ മയ്യത്തും കാത്ത് നിൽക്കണ നിങ്ങളെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കണത് ഓളെ ജീവിതം കൊണ്ടാ. പക്ഷേ സത്യങ്ങൾ എനിക്കറിയണം, നിങ്ങളെ മനസ്സിന്ന്. എനിക്കറിയാം എന്റെ മോളുടെ മനസ്സ്, നജീബിന്റെ മനസ്സ്, എല്ലാം എനിക്കറിയാം. പക്ഷേ അവളുടെ അച്ഛന്റെ അനിയൻ മേട്ടുപ്പാളയം ശിവരാമൻ, അയാളുടെ തീരുമാനത്തിന്റെ മുൻപിൽ എന്റെ മോൾക്കു എനിക്കും സുഗന്ധി, അറിയാലോ നിന്റെ അളിയച്ചനെ. വാശി പിടിച്ചിട്ട് എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് തീരുമാനിച്ചതേ നടക്കൂ. നടന്നോട്ടെ, അന്നവരെന്നെ കണ്ടു പൊയ്ക്കോട്ടെ. പക്ഷെ നജീബിനെ മറക്കാൻ, അവനെ ചതിക്കാൻ അവന്റെ പെണ്ണാകാൻ മോളെ. പിന്നെ சிவபார்வதி டெக்ஸ்டைல்ஸ்ல வேலை, அது கல்யாணத்துக்கு அப்புறம் நிறுத்தலாம் இல்லைன்னா கண்டினியூ பண்ணலாம். அதெல்லாம் உங்க இஷ்டம். என்ன வேலை கீழே ஒன்னும் நம்ம விஷயம் இல்ல. பொண்ணு பையனை காப்பாத்தணும், வீடு பார்க்கணும், அப்பா அம்மாவை பார்க்கணும், அதுதான் மனைவி. எப்படி? நீங்க சொன்னது கரெக்ட் தான். ஆனா யார் நீ? നജീബ്, സുഗന്ധിയെ കാണണം, അതിനാ വന്നത്. நீங்க உட்காருங்க, எனக்கு கொஞ்சம் வேலை இருக்கு. வாங்க தம்பி, கொஞ்சம் பேசணும். എന്താ നിന്റെ പ്രശ്നം? നീ സുഗന്ധിയും തമ്മിൽ എന്താ? സുഗന്ധി എന്റെ പെണ്ണ, അവളെ കൊണ്ടുപോകാൻ വന്നാ ഞാൻ. അവളെ കൊണ്ടുപോകാൻ? എല്ലാമേ പുരിയും എനക്ക്. സുഗന്ധിയെ പൊണ്ണു പാക്കാൻ വന്നവരാണ് അവര്. അവളുടെ കല്യാണം ഞാൻ തീരുമാനിച്ചു കളഞ്ഞു. പൊക്കോ, പ്രശ്നമൊന്നും വേണ്ട, പൊക്കോ പൊക്കോ. പൊയ്ക്കോളാം, പക്ഷെ പോകുന്നത് ഞാൻ സുഗന്ധിയെ കൊണ്ടായിരിക്കും. സുഗന്ധി, നില്ലടാകെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓളക്ക് നായ. ഒന്ന് കേൾക്കുതാ? എങ്ക വിട്ടു പോയാ? മുട്ടോ സുഗന്ധി, നീ എന്റെ പെണ്ണാണെന്ന്. കൊന്നിടുവേ. சொல்லு, யாரவன்? சொல்லு, சொல்லு. അറിയില്ല, ഇവനെ എനിക്ക് അറിയില്ല. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ഇവനെന്റെ ആരുമല്ല. അയ്യോ, എനിക്കറിയില്ല. അയ്യോ, സുഗന്ധി.
ചെറുപ്പല്ലേ, ഓരോ മനസ്സിലെ ഇഷ്ടക്കേടുമല്ലേ. ചിലപ്പോ പറയണ്ടാത്തത് പറയും, വേറെ ചിലപ്പോ പറയേണ്ടത് പറയൂല. ഒരൊറ്റ മനസ്സായിട്ട് ജീവിച്ച ഞാനും എന്റെ നജീബുവേ എന്നോടൊന്നും പറഞ്ഞില്ല. അന്നൊരിക്കലും നെറ്റിയിലെ മുറിവ് കണ്ടപ്പോ കോയമ്പത്തൂർ എന്ന് വരുമ്പോ ബസ്സിലൊന്നും തട്ടിന്ന് മാത്രം പറഞ്ഞു. പിന്നെയും കളിക്കും ചിരിക്കുന്നു ഒരു കുറവില്ല. അങ്ങനെയും പറ്റുമായിരിക്കും. പെറ്റ വയറിന്റെ സങ്കടം, വർത്തമാനത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഒന്നുമില്ല, ആട്ടിപ്പാക്കായിരുന്നില്ലേ. സുഗന്ധിന്റെ നിത്യക്കൂലി കൊണ്ടായിരുന്നു ജീവിതല്ലേ. പട്ടിണി പങ്കിടാൻ ആരുണ്ടാവില്ല. ആഘോഷത്തിന് എല്ലാരും ഉണ്ടാവും, നാട്ടുകാരും വീട്ടുകാരും കൂട്ടക്കാരും ഒക്കെ. എന്താ മോളെ പേര്? രാജേശ്വരി. അണക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഒന്നും വേണ്ട, എന്റെ ചേച്ചി അത് മതി. കൊണ്ടത്തരും. ഒരു കേടും പോറും ഇല്ലാണ്ട് അന്റെ താത്തനെ ഞാൻ ഇവിടെ കൊണ്ടത്തരും. കാര്യമില്ല. ഞാൻ എന്റെ കുട്ടിയെ. അതവനാ വീട്ടുപാടേ ശിവരാമൻ. സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ, കുഞ്ഞാക്കാന്നും വിളിക്കും. മനസ്സിലാവോ മലയാളം? മലയാളം മനസ്സിലാവും, മലയാളത്താനെ മനസ്സിലാവും, മുസൽമാനെ മനസ്സിലാവും. ஒரு மலையாளத்தா முசல்மான் தெண்டி இங்க வந்து கழிச்சு சிரிச்சு விடுற பொண்ணை நாசம் பண்ணி அவனை அவளை நகல கலைஞ்சு. ஆமா, உனக்கு என்ன இங்க வேலை? കൊന്നു പോടുവേണ്ട നായേ. മലയാളീനെ അറിയാം, തമിഴനെ അറിയാം, ഹിന്ദുവിനെ മുസൽമാനെ എനിക്കൊക്കെ അറിയാം. മനസ്സിനെ മാത്രം അറിയൂല. എന്റെ കുട്ടീനെ എവിടെ തച്ചോടിച്ചോനയ്യേ, ഒരു പാവം പെൺകുട്ടീന്റെ ജീവിതം തൊലച്ചോനയ്യേ. എന്റെ നേർക്കങ്ങനെ എന്റെ കൈ പൊന്തിയാലുണ്ടല്ല, അനക്ക് പിന്നെ കയ്യിലൊന്ന് കൂട്ടിക്കോയ്യേ. ഇവിടെ പോണ്ടടോ, ഇപ്പൊ ഇവിടെ ഒരു കുടുംബുണ്ട്. അത് മലയാളിയോ തമിഴോ ഹിന്ദുവോ മുസൽമാനോ നോക്കിയിട്ടല്ല, കൽബിൽ കൊണ്ട തീരുമാന. അതിന്റെ മേനങ്ങനെ ഈ കൈ പൊക്കേണ്ടല്ലോ, പിന്നെ ഈ ഇല്ല നായേ. ഒറ്റക്കാരുണ്ടാ? ആ വാസുട്ടൊരു തള്ളനെ കൊണ്ട് വരാന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതുവരെ വന്നില്ലേ? ഇല്ല, നേരത്തെ ഏതോ ഒരാൾ പഠിക്കൽ വന്ന് നോക്കി നിൽക്കുന്ന കണ്ടു. അതുണ്ടാവും, വെക്കാൻ വെച്ച വീടല്ലേ, ആരെങ്കിലൊക്കെ വന്ന് നോക്കിന്ന് വരും. ഈ കടുങ്കൈ ഒന്നും കാട്ടിയിട്ടില്ല എന്റെ ഒപ്പരുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. അമ്മയോ? അമ്മനെ മാത്രല്ല, രാജേശ്വരനെ കണ്ടു. അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ വീട് 3 സുൽത്താൻ വീട്, കോയമ്പത്തൂരിലെ നമ്മളെ വീട്, ഇപ്പൊ ഈ താമസിക്കുന്ന ഈ വീടും. എന്തിനാ കരയണത്? കണ്ണീര് കാണാൻ ഇഷ്ടല്ല എനിക്ക്. നിനക്കറിയോ, പടച്ചന് സങ്കടം വരുമ്പോഴാണ് മനുഷ്യന്മാർ കരയണത്. ഞാൻ കാരണം നല്ലൊരു മനസ്സും ജീവിതവും വേണ്ട, ഞാൻ വരരുതായിരുന്നു. വേണം. ഈ ആശിച്ചൊരു ജീവിതം ഉണ്ടല്ലോ, അതെനക്ക് കിട്ടണം. ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് ഒരു ബസ് പോയാലും കന്യാകുമാരിൽ നിന്ന് കാസർഗോട്ടേക്ക് ഒരു തീവണ്ടി പോയാലും അതിനൊക്കെ ഒരു ദൂരം അളവൊക്കെ ഉണ്ട്. മനുഷ്യന്മാരെ ആശക്കും ബോധിക്കൊന്നും ഒരു കയ്യും കണക്കില്ല. ആശിച്ച പോലെ നടന്നില്ലെങ്കിലും ആവുന്ന പോലൊക്കെ നടത്തണ്ടേ? ഇല്ലെങ്കിൽ തിരിച്ച് ഈ ഭൂമിയിലേക്ക് ഒരു വരവുണ്ടാവില്ലല്ലോ അതൊക്കെ പിടിച്ചു വാങ്ങാൻ. അയ്യോ, അവിടെ അങ്ങനെ കൊടിമരം പോലെ നിൽക്കണ്ട, ഔത്തൊക്കെ വന്നോളി. എന്തേത്? വാസ്തവത്തിൽ തുടരുത്. വാസ്തവം ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനെന്നും പറഞ്ഞിട്ട് ഈ ചെങ്ങനെയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കണത്? ഇന്നെ നോക്കാൻ നിൽക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല കേൾക്കാൻ. വാസ്തവം കുട്ടി. വാസ്തവം കുട്ടിയല്ല, വാസുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയും. എന്നെ മൂന്നായത്. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവൻ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കുന്നത്. അത് ശരി, വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര പെണ്ണ് വേണമെങ്കിലും പിടിക്കായിരുന്നു. അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്നുവരെ അതിന് പോയിട്ടില്ല.
പോയിട്ടില്ല. എനിക്ക് ഇതാണോ മുതല്? പിടിക്കാത്തവൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊതിച്ചതാ ഇവനെ പോലെ ഒരുത്തന്, കിട്ടിയില്ല. നീ ഭാഗ്യവതിയാ. വാസ്തവം ഇപ്പൊ വരാട്ടോ. എന്ത് പണ്ടാരത്തിനാണ് റബ്ബൽ ചേട്ടിക്കൊണ്ട് അല്ലാതെ ഇമ്മാതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനീഷക്ക് ഒരാളെ വരുന്ന അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും ബാറ്റ കിറ്റ് അലവൻസ് ഒക്കെ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ് ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ സ്റ്റാൻഡ് നിറച്ച പോരാ നിനക്ക്? എനിക്കല്ലെന്ന് വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും. ഇട്ടിട്ട് പോകുന്നു. എന്താ അവിടെ വാ. രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന. ഒന്നുമില്ലേ, ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങൾ വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെപ്പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ? വാസ്തവം അല്ലേ? അതാ വാസ്തവം. വെറും ഒരു ബസ് കണ്ടക്ടർ, വേറെ ആരും കണ്ടില്ലേ ഈ ഒരുമ്പട്ടോളെ? എന്താടി ഈ നിക്കാനെ നോക്കി പേടിപ്പിക്ക? ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് അനങ്ങിയ ഈ കാല് ഞാൻ തല്ലൊടിക്കും. അന്റെ മാത്രമല്ല ആ ചെറ്റന്റെയും. കാക്ക, ഞാൻ എന്തുവരി?